നമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായ പ്രിയജനമേ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ, മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ, മനസ്സും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഗോൽഗോൽഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ. ഗോൽഗോൽഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ള വൈദിക സഹോദരരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടൊപ്പം നാം എല്ലാവരും കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ച ബലിയിൽ പങ്കുചേരാൻ സമ്മേളിച്ചിരിക്കുകയാണ്. ദൈവം നൽകുന്ന കൃപകളെ സമർത്ഥമായി സ്വീകരിക്കാൻ ഒരുക്കമുള്ള ചിന്തയും മനസ്സും സൂക്ഷിക്കാം. നല്ല നിലത്ത് വീണ വിത്ത് 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് ഈശോ പഠിപ്പിച്ചു. നമുക്കും ഒരുക്കമുണ്ടെങ്കിൽ നവീകരണത്തോടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. അതിനുള്ള ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നാം ഇവിടെ ആയിരിക്കുന്നത് കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേണ്ടി കൂടിയാണ്. നാം തീർത്ഥാടകരാകുന്നത് നമ്മുടെയും സഹോദരരുടെയും ബന്ധുമിത്രാദികളുടെയും കണ്ണുനീരുകളും വേദനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താനാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഈശോയോട് പറയുന്നു, അവരുടെ കുറവുകൾ പരിഹരിച്ചു കൊടുക്കുക, അവരെ സഹായിക്കുക. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ സജീവരായി വിശ്വാസത്തോടെ പ്രത്യാശയോടെ പങ്കുചേരാം. എല്ലാവരും അവരവരുടെ നിയോഗങ്ങൾ ഓർത്തുകൊള്ളുക. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസ്തരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ കനിയേണമേ, കർത്താവേ
കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അങ്ങ് വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ദാനങ്ങൾ അങ്ങ് ചൊരിയുന്നുവല്ലോ. അങ്ങേ ദാസർക്ക് വേണ്ടി അങ്ങേ കാരുണ്യം ഞങ്ങൾ യാചിക്കുന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം അവർക്ക് നൽകണമേ. അങ്ങനെ അവർ അങ്ങയെ പരിപൂർണതയോടെ സ്നേഹിക്കുകയും അങ്ങേക്ക് പ്രീതികരമായവ സ്നേഹത്തോടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശയെടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അവിഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്നും മോചിതമാക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്തത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുന്ന നെടുവേർപ്പെടുകയും ചെയ്യുന്ന എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ച് ഞങ്ങളുടെ നാവ് ആനന്ദാരവും മുളക്കി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നെഹോബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ, ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശമാണ്. അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ 3 ഇഴങ്ങഴി മാവിൽ അത് മുഴുവൻ പുളിപ്പിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഭയചകിതരായ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നപ്പോൾ ഈശോ പറഞ്ഞതാണ് നിങ്ങൾക്ക് സമാധാനം. ഒരുപാട് ഞെരുക്കങ്ങളും വേദനകളും അസ്വസ്ഥ മനസ്സുകളുമൊക്കെയായിട്ടാണ് തീർത്ഥാടകരെന്ന നിലയിൽ ഈ ദിനങ്ങളിലെല്ലാം മാതൃസന്നിധിയിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരുന്നത്. കർത്താവ് നിങ്ങൾക്ക് നൽകുന്നതും ഈ ആശംസ തന്നെയാണ്, സമാധാനം. പ്രത്യാശയുടെ ചിന്തയാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ 1-ാമത്തെ വായനയിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് വെളിപ്പെടുത്തി കിട്ടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വളരെ നിസ്സാരമാണ്. പ്രതികൂല കാലാവസ്ഥയും സാംക്രമിക രോഗങ്ങളും മറ്റുമൊക്കെയായി ഏറെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, നെടുവീർപ്പിടുന്നവർ നമ്മൾ മാത്രമല്ല, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സകല മനുഷ്യരും ഈ ഞെരുക്കങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. പ്രകൃതി ദുരന്തത്തിന് ഇരയായി വേദനിക്കുന്ന ഒരു കാലഘട്ടമാണ്. മെല്ലെ മെല്ലെ കണ്ണു തുറന്ന് വരുന്നത് പോലെ പതിയെ ലോകം തുറന്ന് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ വിട്ടു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വരാനിരിക്കുന്ന നല്ല കാലത്തെ നന്മകളെ ഓർക്കുമ്പോൾ നമുക്കറിയില്ല അതെങ്ങനെയാണ്, ഈ ദുരന്തവും എങ്ങനെയാണ് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ നിസ്സാരമാണ്. ഈ വചനം വായിച്ചപ്പോൾ ഓർത്തത്, എനിക്കറിയാവുന്ന ഒരു സാധാരണ വീട്ടമ്മ പറഞ്ഞ, വേദനയോടെ പറഞ്ഞ ഒരു കാര്യമാണ്. തൻ്റെ ഏക മകൻ, ഒരേ ഒരു മകൻ അപകടത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതാണ്, എൻ്റെ മകൻ മരിച്ചത് നന്നായി, അല്ലായിരുന്നുവെങ്കിൽ അവനോടൊപ്പം ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാരും വഴി തെറ്റുമായിരുന്നു, നശിക്കുമായിരുന്നു, ഒരു പക്ഷേ പലരും നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരു സാധാരണ കുടുംബമാണ്, അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളുമുണ്ട്. +2 ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ സാധാരണയുള്ളൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു, വീട്ടിലൊരു കാറുമുണ്ട്. പക്ഷേ അത് പോരാ. നമുക്കറിയാമല്ലോ, നമ്മുടെ ചെറുപ്പക്കാരെ ഡ്യൂക്ക് തന്നെ വേണം, ബൈക്കിൽ കൂടിയ റേസിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്യൂക്ക് തന്നെ വേണം എന്ന് ശാഠ്യം പിടിച്ച മകൻ 5-6 മാസമൊക്കെ പിണങ്ങിയൊക്കെ നടന്നു. അമ്മ വീട്ടുകാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് കൂട്ടുകാരൻ്റെ ബൈക്കുമെടുത്ത് കറങ്ങാൻ പോയി. തിരിച്ചു വന്നത് പെട്ടിയിൽ വാരിക്കൂട്ടിയിട്ട ശരീരവുമായി. ആർക്കാണ് താങ്ങാൻ കഴിയുക? ഏക മകൻ, ഒരേ ഒരു മകൻ, ഇനി മക്കളൊന്നുമില്ല. പക്ഷേ ആ വേദനയുടെ നടുവിലും ഈ ശാഠ്യക്കാരൻ
കൂട്ടുകൂടി വഴിപിഴച്ച ശൈലിയിൽ ജീവിക്കുന്ന മകൻ ഒക്കെയാണെങ്കിൽ പോലും ഒരേ സ്നേഹമായിരുന്നു. ഇന്നും അതിൻ്റെ സ്മരണകളിൽ ജീവിക്കുന്നവരാണ്. അവർ പറഞ്ഞതാണ്, എൻ്റെ മകൻ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അനേകർ വഴിതെറ്റുമായിരുന്നു, ചിലർക്കെങ്കിലും നഷ്ടപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ കാര്യത്തിൽ പറയുമ്പോഴും അതാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വിശ്വാസത്തിൽ വളർന്ന ഒരു അമ്മയ്ക്കാണ് പറയാൻ കഴിയുക, നഷ്ടങ്ങളുടെ നടുവിലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഈ ദുരിതകാലത്ത് നമുക്ക് പറയാനുണ്ടാകേണ്ടതും അതാണ്. ആ ഒരു പ്രത്യാശയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കും, ഏത് അമ്മയ്ക്കാണ്, പ്രസവിച്ച അമ്മയ്ക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക? പക്ഷേ പലർക്കും പറയേണ്ട ചില നിർണായക നിമിഷങ്ങളിൽ വിശ്വാസം മുറുകെ പിടിക്കുന്നവർക്ക് പറയാൻ കഴിയും. കാരണം ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു, വേദനയോടെ വിത്തും ചുമന്നുകൊണ്ട് പോകുന്നവൻ ജയഘോഷത്തോടെ കറ്റയും ചുമന്നുകൊണ്ട് തിരിച്ചു വരുന്നു. വിശ്വാസത്തിൽ ബലപ്പെടുക, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ദൈവം നമുക്ക് ശക്തി പകരും. മറ്റൊന്നുമല്ലല്ലോ പരിശുദ്ധ അമ്മ പറഞ്ഞതും, അവൻ പറയുന്നത് കേട്ടുകൊള്ളുക, നിങ്ങൾക്ക് കുറവുകളില്ല. കാനായിൽ നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അപമാനഭാരം, നഷ്ടബോധം മുഴുവനും ഏറ്റി ഈശോയോട് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞു തീർന്നു പോയി. മകനോട് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞ് ചുറ്റും നിന്നവരോട് പറഞ്ഞത്, അവനെ അനുസരിക്കുക. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്ന എന്നോടും നിങ്ങളോടും എല്ലാം അമ്മയ്ക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ക്രൂശിതനായ കർത്താവിനെ അനുസരിച്ചു കൊള്ളുക, പറയുന്നത് കേൾക്കുക, അതുപോലെ പ്രവർത്തിക്കുക, ജീവിച്ചു കൊള്ളുക. നിങ്ങൾക്ക് കുറവുകളുണ്ടാകില്ല, നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല, വളർച്ചയുണ്ടാവുകയുള്ളൂ, നന്മയുണ്ടാവുകയുള്ളൂ. ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കണം. സാധാരണ തീർത്ഥാടകരായി ഒരു റിലാക്സിങ്ങിന് വേണ്ടിയൊക്കെയുള്ള ഒരു വെറും യാത്രക്കാരായി മാറാൻ പാടില്ല. പലപ്പോഴുമൊക്കെ അങ്ങനെയാണ്. ആരെങ്കിലുമൊക്കെ പോകുന്നു, ഞങ്ങളും കൂടെ പോകുന്നു. അത്യാവശ്യം കുറച്ച് കൂട്ടുകൂടുന്നു, ഞങ്ങൾ പോകുന്നു. അവരോടൊപ്പമുള്ള ഒരു യാത്ര വിനോദ കേന്ദ്രങ്ങളിൽ പോകുന്നത് പോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും അത് പാടില്ല. മാതൃസന്നിധിയിൽ വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ആകാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു നിമിഷം ഒന്ന് കുമ്പിട്ട് തിരിയുമ്പോൾ അമ്മ നമ്മളോടായി പറയുന്നു, മകനെ, മകളെ, നിങ്ങൾ കുമ്പിട്ട എൻ്റെ പ്രിയപുത്രനായ നിങ്ങളുടെ കർത്താവായ ഉദ്ധിതനായ യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നത് അനുസരിച്ചു കൊള്ളുക, നിങ്ങൾക്ക് കുറവുകളില്ല. ഇന്നത്തെ ചെറിയ ചെറിയ വേദനകൾ, യാതനകൾ അത് നഷ്ടങ്ങളല്ല, നേട്ടങ്ങളാണ്, വളർച്ചയ്ക്കുള്ള ആക്കം കൂട്ടുന്ന ശക്തിയാണ്. ഇതെല്ലാം ശക്തി സംഭരിച്ചു കൊള്ളുക, പാഠങ്ങൾ പഠിച്ച് വളർന്നുകൊള്ളുക. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കേണ്ടത്. അമ്മയുടെ വാക്കുകൾ നമ്മളിലൂടെ വേണം എന്ന് പറഞ്ഞത് എന്താണ്? ഈശോ പറഞ്ഞതാണ്, എന്താണ് ദൈവരാജ്യം? നിങ്ങളിൽ വിതച്ചിരിക്കുന്ന വിത്തുകളാണ്, നിങ്ങളിൽ വളർന്ന് പന്തലിക്കണം. വേദനിക്കുന്ന അനേകർക്ക് നിങ്ങൾ ആശ്വാസ വൃക്ഷങ്ങളാകണം. പലരിൽ നിന്നും ആശ്വാസം തേടി അലയുന്നവരാകരുത്, അലയുന്നവർക്ക് ആശ്വാസം നൽകുന്നവരായി നിങ്ങൾ മാറണം. അതേ പ്രിയമുള്ളവരെ, അതിനുള്ള മധ്യസ്ഥങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി, ബന്ധുജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും മാതൃസന്നിധിയിൽ സമർപ്പിച്ച് ഈ തിരുക്കർമ്മങ്ങളിൽ തുടർന്നും നമുക്ക് പങ്കുചേരാം. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിലൻ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ.
ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ, ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസർക്ക് വേണ്ടി ഈ സ്തോത്രബലി അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങനെ ഈ ദിവ്യദാനങ്ങൾ വഴി ഉന്നതങ്ങളിൽ നിന്ന് ആശീർവാദത്തിൻ്റെ കൃപ അവർ സ്വീകരിക്കുകയും നിത്യസൗഭാഗ്യത്തിൻ്റെ മഹത്വം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ക്രിസ്തുനാഥൻ തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ
വരുന്നോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങു വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞ് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ദേവദാസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ
അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ ചിലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ പ്രസാദിപ്പിച്ച സകല വിസ്തൃതമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്നു ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പ്രത്യുത അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ അങ്ങ് കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും
ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. ക്രൈസ്തവരായി ദിവ്യകുദാശി മുൻപേ സ്വീകരിച്ചവർ മാത്രം മുൻപോട്ട് വന്ന് കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. Dear brothers and sisters, this is time for the Holy Communion. Those who are received Holy Communion early, the preparation of confession, please come forward and receive the Holy Communion in your hand. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചമ്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചമ്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു തളർന്നാൽ അവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാൽ അവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചമ്മിഴി തുടയ്ക്കും. നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. തന്നെ അനുഗമിക്കാൻ അവൻ എന്നെ വിളിക്കും, തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും.
തന്നെ അനുഗമിക്കാനവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. ശക്തി പകരും, എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാലവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചമ്മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദാസരോടുള്ള സ്നേഹം ഞങ്ങളിൽ അങ്ങ് പ്രദാനം ചെയ്തുവല്ലോ. അവർക്ക് അങ്ങ് പാപങ്ങളുടെ മോചനവും സജീവ വിശ്വാസവും നിരന്തര പരിപാലനയും നൽകുവാൻ തിരുവുള്ളമാകണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകമാനസരായി അങ്ങേക്ക് സേവനം ചെയ്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ ഒരുമിച്ച് ആനന്ദിച്ചുകൊണ്ട് എത്തിച്ചേരുവാൻ അർഹത നേടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വദനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തെ
സ്നേഹത്തിനു നന്ദി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥന. ഈശോയുടെ കൈലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവരുടെ മനസ്സ് തളരുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറച്ച് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതരായി കരയിലെത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന ഇവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.